സമൂഹ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശബരിമലയിലേക്ക് ആളുകളെ കൊണ്ടുപോയ ബസ്സുകളുടെയൊക്കെ ചിത്രങ്ങളുണ്ട്. ഈ റോബിൻ ബസ്സിനെതിരെ വലിയ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഓടി നടക്കുകയായിരുന്നു പത്തനംതിട്ടയുടെ പത്തനംതിട്ടയിൽ തന്നെ കുറേയേറെ RTO ഉണ്ടല്ലോ ജില്ലയ്ക്കകത്ത് തന്നെ. അതുപോലെ ഈ ശബരിമല ഭാഗത്തേക്കൊക്കെ ഉള്ള RTOകളെല്ലാം ഈ വിഷയത്തിൻ്റെ പുറകിന് ഇങ്ങനെ ഓടി നടക്കുകയും അതിന് ഫൈനടിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടു. ഈ KSRTC ബസ്സിൽ കൊള്ളാവുന്നതിൻ്റെ ഇരട്ടിയോ അതിൻ്റെ ഇരട്ടിയോ ഒക്കെ കയറി കാണും. ആ ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത്രയും പേരെ കുത്തി നിറച്ചുകൊണ്ട് പോകുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. എന്നിട്ട് ഈ MVDക്കാരൊക്കെ എവിടെയാണ്? കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിലൊരു വാർത്ത കണ്ടു. ഈ KSRTC ജീവനക്കാരുടെ അവിടുത്തെ ഡ്യൂട്ടി സമയം കൃത്യമായി അല്ല പാലിക്കുന്നത്. അവർ വളരെയധികം സമയം ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നുണ്ട്. ചെറിയൊരു അശ്രദ്ധ മതി വലിയ അപകടം. കാരണം ഈ ശബരിമലയിലേക്ക് പോകുന്ന റോഡുകൾ അവിടെയൊക്കെ പോയിട്ടുള്ളവർക്കറിയാം വലിയ റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു അശ്രദ്ധ മതി വലിയ അപകടം വരാനെന്നുള്ള മുന്നറിയിപ്പ് പത്തനംതിട്ടയിൽ പോലീസ് വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്ത മാധ്യമങ്ങളിൽ വന്നിട്ടുകൂടിയുണ്ട്. എന്നിട്ട് പോലും ഉദ്യോഗസ്ഥരൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ മുൻകൂട്ടി അറിയിച്ച് ഈ വെർച്വൽ ക്യൂ സംവിധാനം വഴി അദ്ദേഹം പറയുന്നുണ്ട് ഈ 90,000 പേരെന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ കണക്കാണെന്ന്. അതിലേക്കാളേറെ ഈ ഡിജിറ്റൽ കണക്കിലുള്ള ഒരു 70,000 പേരെ കയറ്റി വിട്ടാൽ പോരെ. ബാക്കി ഒരു 20,000 പേർക്ക് മലയാളികളായ 20,000 പേരോട് പറഞ്ഞാൽ പോരെ നിങ്ങളൊരു 2 ദിവസം കൂടെ കഴിഞ്ഞു വരൂ എന്ന് പറയാൻ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അതിനുള്ള സാങ്കേതിക സംവിധാനമൊക്കെ എന്തായാലും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ഇത്തരം ഒരു നിലപാടും നടപടികളും സ്വീകരിക്കാതെ ഇത്രയും പേര് വരുന്നത് കൊണ്ടാണ് പ്രശ്നം. ഇത്രയും പേര് വരുന്നത് കൊണ്ട് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിന് മുൻ വർഷങ്ങളിലും ഇത്രയും പേര് വന്നപ്പോൾ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എവിടെയാണ് വീഴ്ച പറ്റിയതെന്ന് ആളുകളൊക്കെ അന്വേഷിച്ച് ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ മാത്രമേ കരുതുകയുള്ളൂ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.